നമുക്കിനി പോകാനുള്ളത് മരിച്ച മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിന്റെ കണ്ണൂരിലെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് സജോ ദേവസ്യ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. സജോ, നമുക്ക് തന്നെ ഒരു തരത്തിലും മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരു അപകടത്തിന്റെ വാർത്തയാണ് ഈ വന്നത്. കുടുംബത്തിന്റെ കാര്യം പറയാനില്ല. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ സജോ? ആലപ്പുഴയിലെ വാഹനാപകടത്തിൽ മരിച്ച മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിന്റെ വീട്ടിലാണ്, കണ്ണൂർ മാട്ടൂരിലെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ വെങ്ങരയിൽ മുട്ടം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വീട്. ഇവിടെ പുതിയ വീട് നിർമ്മിച്ചിട്ട് 2 മാസമേ ആകുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച വിദ്യാർത്ഥി ഇവിടെ വന്നു. മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. വണ്ടാനത്തേക്ക് തിരികെ ക്ലാസ്സുകളും മറ്റും തുടങ്ങുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയതാണ്. ഈ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ. മിടുക്കനായ ഒരു വിദ്യാർത്ഥിയുടെ വിയോഗം വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ്. ഈ വീട് തന്നെ യഥാർത്ഥത്തിൽ പണിതിട്ട് 2 മാസമേ ആയുള്ളൂ. ഇവിടെ വന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് വെങ്ങരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വീട് വെച്ചു. വലിയ ആഘോഷമായ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് മടങ്ങിപ്പോയത്. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനൊക്കെയായി ബന്ധുക്കളും മറ്റുമൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വിയോഗ വിവരങ്ങൾ ഇന്നലെ ഏറെ വൈകിയാണ് അറിയുന്നത്. മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ പിതാവ് വിദേശത്താണ്, സൗദിയിൽ നിന്ന് ഈ വിയോഗ വാർത്ത അറിഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിലെത്തും. അതിനുശേഷം ആലപ്പുഴയിൽ അവിടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തീകരിച്ച് പൊതുദർശനം അവിടെ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. പിതാവ് പ്രവാസിയാണ്, ഏറെക്കാലമായി പ്രവാസിയാണ്. വിയോഗ വാർത്ത അറിഞ്ഞാണ് ഇങ്ങോട്ടേക്ക്